നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു പോർക്ക് ബിരിയാണിയാണ്. നമ്മൾ ആദ്യം തന്നെ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കിലോ കണക്കിനോ ഗ്രാം കണക്കിനോ അല്ല, 1 കപ്പാണ് നമ്മൾ അതിന് വേണ്ടി അളന്നെടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു കുതിർക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ പോർക്ക് വേവിക്കാനായിട്ട് വെക്കുകയാണ്. 1/2 കിലോ പോർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അല്പം കുരുമുളക് പൊടി, ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, അല്പം വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, സാധാരണ ഓയിലാണെങ്കിൽ സാധാരണ ഓയിൽ, പിന്നെ സവോളയുടെ ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇതിന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. മസാലയെല്ലാം ശരിക്ക് പോർക്കിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അതെല്ലാം മസാല എല്ലാം പുരട്ടി വെച്ചു. ഒരു 3 വിസിൽ വരുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത് വേവേണ്ട ടൈം ഒരു 3 വിസിൽ പൂർണ്ണമായിട്ട് വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക. ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലൊരു തുള്ളി സ്റ്റോക്ക് പോലും കളയാതെ വേണം നമ്മൾ ഈ ഗ്രേവി തയ്യാറാക്കാൻ. അപ്പോൾ നമ്മൾ പോർക്കിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് പോവാണ്. 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഗരം മസാല എല്ലാം ഇട്ട് പൊട്ടിച്ചു. ഒരു 3 സവോള, മീഡിയം വലുപ്പത്തിലുള്ള 3 സവോള നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ സോട്ട് ചെയ്യാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ഇത് വരണ്ട് വരും. അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ വരട്ടിയെടുക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള തക്കാളി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. 3 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ നമ്മളതിനെ സോട്ട് ചെയ്യാണ്. തക്കാളി നല്ല രീതിയിൽ ഉടച്ചേക്കാണ്. ഇതൊരു 10 മിനിറ്റ് കുക്കായി വരുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വരണ്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ സമയത്ത് നമ്മളിതിലേക്ക് മല്ലിയില, പുതിന ജസ്റ്റ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു. പുതിനയും മല്ലിയിലും ജസ്റ്റ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടായിട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിന, മല്ലിയില, പച്ചമുളക് എല്ലാം ഒരു പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ആ ഗ്രേവിയുടെ കൂടി ഇട്ടാലും നമുക്ക് പണിഭാരം കുറവായിരിക്കും. കുറച്ചും കൂടി നല്ല ഇതായിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം ആ മസാലയിൽ കിടന്ന് നല്ല രീതിയിൽ കുക്കായി. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ശരിക്കും ഈ ഒരു ഗ്രേവിക്ക് ഒരു ഫ്ലേവർ തരുന്നത്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്താൽ അത് ഫയർ കൂടുതലാണ്, ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു പാൻ്റെ അടിയിൽ പിടിച്ച് അതാകെ ഇതായിട്ട് പോകും. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് അല്പം കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു എല്ലാ മസാലയും നമുക്ക് ഇട്ട് കൊടുത്താൽ അടി പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മസാലകൾ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂണോളം സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ ഇത് കിട്ടും. പച്ചമുളകിൻ്റെ എരിവ്, മുളക് പൊടിയുടെ എരിവ്, പിന്നെ കുരുമുളക്, ഇതൊക്കെയാണ് നമുക്ക് സ്പൈസി ഇതിൽ ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പോർക്ക് വേവിക്കാൻ ഉപയോഗിച്ച സ്റ്റോക്ക് വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആദ്യം തന്നെ ആ മസാലയെല്ലാം കുക്കാവുന്ന രീതിയിൽ നമ്മളൊരു 5-10 മിനിറ്റ് ഇതിനെ വേവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രേവി ശരിക്കും ആ സ്റ്റോക്കിൽ കിടന്ന് ഒന്ന് കുക്കായി. ഇനിയാണ് നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവെല്ലാം ശരിക്കും കുറഞ്ഞ് നല്ല ഒരു ബിരിയാണി ടേസ്റ്റായിട്ട്, അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിന് വേണ്ടി എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല ഓയിൽമയെല്ലാം തെളിഞ്ഞ് മുകളിലേക്ക് വരും. ഈ ഒരു സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1/2 കിലോളം പോർക്കാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ആ ഗ്രേവിയിൽ നല്ല രീതിയിൽ പോർക്ക് മിക്സ് ചെയ്തെടുത്തു. ഇതൊരു 10 മിനിറ്റോളം നല്ല രീതിയിൽ കുക്ക് ചെയ്യുക ആ സ്റ്റോക്കിൽ. അപ്പോൾ കറക്റ്റായിട്ട് ഒരുപാട് വെള്ളം ഇതിൽ പാടില്ല. ഈ സമയത്ത് നമ്മൾ മല്ലിയില, പുതിന, ജീരകത്തിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടി, വേണമെന്നുണ്ടെങ്കിൽ അല്പം ഗരം മസാല കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മസാല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരെ ഗീ റൈസ് റെഡിയാക്കാനായിട്ട് പോവാണ്. നമ്മുടെ റൈസ് നല്ല രീതിയിൽ സോക്കായി കഴിഞ്ഞു. നമ്മൾ അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചു. ആവശ്യത്തിന് നമ്മൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുത്തു. ഹോൾ ഗരം മസാലയായിട്ടുള്ള പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് നമ്മൾ അല്പം നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളൊരു 1.5 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയുടെ അളവ് അധികം കൂടാൻ പാടില്ല. സവാള കുറച്ചേ പാടുള്ളൂ. ഒരു 1.5 പീസ് സവാളയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
ഇനി ഇതിലേക്ക് പച്ചമുളക്, ഗാർണിഷായിട്ടുള്ള ക്യാരറ്റ്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൈനാപ്പിൾ പീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഈ സമയത്ത് കാഷ്നട്ടോ കിസ്മിസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ 1.5 കപ്പ് വെള്ളം, 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ്. കറക്റ്റ് 1.5 കപ്പ് വെള്ളം വേണം എടുക്കാൻ. നമ്മൾ ആ കുതിർത്തുന്ന അളവ് കൂടി ഇതിലേക്ക് ഒന്ന് നോക്കണം. കൂടുതൽ സമയം കുതിർക്കുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ പാല് വേണമെങ്കിൽ നമുക്ക് അല്പം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ലൈറ്റ് കളറായിട്ട് ബിരിയാണി കിട്ടാനും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ആവാനും നമ്മൾ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഒരല്പം മുന്നിട്ട് തന്നെ നിൽക്കണം. ഇനി നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഊറ്റി വച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ആ അരിയിൽ കിടന്നാണ് ഇത് കുക്കാവുന്നത്. ഇത് ഈ ഒരു പരുവത്തിൽ വെള്ളം എല്ലാം വറ്റി വരുമ്പോഴാണ് നമ്മൾ അത് മൂടി വയ്ക്കുന്നത്. എല്ലാ വെള്ളവും വറ്റിയതിന് ശേഷമല്ല, ഒരു 90% വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പൊത്തി വെച്ച് ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മളാക്കി അതിൻ്റെ മുകളിൽ സമയത്ത് നമുക്ക് ഫ്രൈഡ് ഒനിയൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിന, കാഷ്നട്ട് ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ സമയത്ത് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിനെ റാപ്പ് ചെയ്ത് വെക്കാം. 20 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ റൈസ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. ഒരു അരമണിക്കൂർ ശേഷം നമ്മളത് ഓപ്പൺ ആക്കിയാലും മതിയാവും. നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് നല്ല പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല സ്റ്റീമായിട്ട് തന്നെ ഇരിക്കും. ഒട്ടും ആവി പുറത്തേക്ക് പോരുത്. ആവി പുറത്തേക്ക് പോയി റൈസ് നല്ല കട്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. ആവി എന്തുമാത്രം ഉള്ളിലിരിക്കുന്നു, ആവിയിൽ വേണം ശരിക്കും ഈ റൈസ് വേവാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളും ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൽ പാല് കൂടി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് ഗീ റൈസ് കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അളവ് ഒരു അംശം കുറച്ചിട്ട് അതിൽ ആ പാലിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ കറക്റ്റ് ബാലൻസ്ഡായിട്ട് കിട്ടും. നല്ല രീതിയിൽ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ കോരി മാറ്റണം, അല്ലാതെ അതിന് ശരിക്കും കറുത്ത് പോകും. ആ ഒരു കോരി മാറ്റുന്ന സമയത്ത് മാത്രമാണ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊട്ടും ഒരു ചുളുങ്ങിയിരിക്കില്ല. ഇത്തിരി ഗ്ലേസിങ്ങോട് കൂടി തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് നമുക്ക് ഈ സമയത്ത് കാഷ്നട്ട് ഫ്രൈ ചെയ്ത്, കിസ്മിസ് ഫ്രൈ ചെയ്ത്, ഫ്രൈഡ് ഒനിയൻ ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാൻ ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈഡ് ഒനിയനും കറി ലീവ്സൊക്കെ ഇട്ട് കൊടുത്തുള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുമ്പായിട്ട്, അതായത് നമ്മൾ ദം ചെയ്യാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് മാത്രം ഇതിനെ പൊട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ ശരിക്കും ഓരോരോ പീസുകളായിട്ട് നമുക്ക് റൈസ് സ്പ്രെഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഓയിലിൻ്റെ അളവ് കറക്റ്റായാൽ മാത്രമാണ് ഇങ്ങനെ റൈസ് കിട്ടുള്ളൂ. ഓയിൽ കുറഞ്ഞു പോയാൽ ഇതേപോലെ റൈസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിട്ടാവുന്ന രീതിയിൽ എടുക്കാൻ പാടാണ്. അതുകൊണ്ട് ബട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ റൈസ് കിട്ടും. ഒരു നുള്ളു ബട്ടർ എപ്പോഴും ഗീ റൈസ് തയ്യാറാക്കാൻ വിട്ടു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ആ റൈസ് സ്പ്രെഡ് ചെയ്ത് തന്നെ കിട്ടും. സെർവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ബോളിലേക്ക് നമ്മൾ 2 ലെയറായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ റൈസ് ഒരു ലെയർ, ഇത് ഓരോരോ പീസായിട്ട് ശരിക്കും സ്പ്രെഡായിട്ട് വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണിത്. അത് നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ടു. അത് വളരെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബിരിയാണി മസാല.